ഒരു കാലഘട്ടം എൻ്റെ ഉമ്മത്തിന് വരും സഹാബ, അന്ന് കൊന്നവനറിയില്ല എന്തിനാണ് ഞാൻ കൊല ചെയ്തത്, കൊല ചെയ്യപ്പെട്ടവൻ അറിയില്ല എന്തിനു വേണ്ടിയാണ് ഞാൻ കൊല ചെയ്തത് എന്നറിയാത്ത കാലഘട്ടം കടന്നു വരുമേ. രാഷ്ട്രീയത്തിലും സമുദായത്തിലും സമൂഹത്തിലും അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അധികരിക്കുന്ന കാലഘട്ടമാണതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ലോകാവസാനത്തിന് മുന്നോടിയായി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അധികരിക്കുമെന്ന് 1400 വർഷം മുമ്പ് ആദരവായ പ്രവാചകൻ പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ പുലർന്നുകൊണ്ട് കാണുന്ന സമൂഹമായി മാറിയില്ലയോ? നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചതാകുന്ന ചെറുപ്പക്കാരുണ്ടോ, സഹോദരങ്ങളുണ്ടോ? നമസ്കാരങ്ങൾ പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ ആ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായി കേൾക്കുന്ന ബാങ്കുകൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് അവ്വൽ വഖത്തിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതായ ചെറുപ്പക്കാരുണ്ടോ, സഹോദരങ്ങളുണ്ടോ? ബാങ്ക് വിളി കേൾക്കുമ്പോൾ തന്നെ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒളുവെടുത്തുകൊണ്ട് വീടിനകത്തളങ്ങൾ അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്നതായ യുവതികളുണ്ടോ, ചെറുപ്പക്കാരികളുണ്ടോ? നാളെ ആഖിറത്തിൽ മഹ്ശറയിലേക്ക് ചെന്ന് നിൽക്കുമ്പോ വെച്ച കാല് അനക്കാൻ പറ്റൂല. 4 കാര്യങ്ങൾക്ക് മറുപടി നൽകണേ. 1 ആയുസ്സിൽ ചെയ്തതായ അമലാണ്, 2 നിന്റെ യുവത്വ കാലഘട്ടത്തിൽ ചെയ്ത അമലാണ്. തീർന്നില്ല. വഅൻ മാലിഹി സമ്പത്തിനെ പറ്റി മൂന്നാമതായി അള്ളാഹു ചോദിക്കുകയാ, എവിടെ നിന്നാണടാ നീ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയത്, എവിടെയാണടാ നീ ചെലവഴിച്ചത് എന്ന് ചോദിക്കുകയാണ്. ദുനിയാവിൽ വ്യാജസിദ്ധന്മാരുടെ കാൽ കീഴിൽ കൊണ്ടുപോയി ഭർത്താവ് പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതായ സമ്പാദ്യം പെങ്ങളെ നീ കൊണ്ടുപോയി കളഞ്ഞില്ലയോ? ആത്മീയ ചൂഷകന്മാരുടെ വഞ്ചകന്മാരുടെ തട്ടകത്തിൽ നിന്റെ സമ്പത്ത് കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞില്ലയോ പെണ്ണേ?